എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും അത് നേതൃത്വം നൽകിയവരും എന്ന് പറയുന്ന ഒരു SCRT കോളം ഉണ്ട്. SCRT ടെക്സ്റ്റ് ബുക്കിലെ ഒരു കോളം ഉണ്ട്. അതിൽ നിന്ന് പലപ്പോഴും PSC പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. 10th ലെവൽ പ്രിലിം എക്സാം എഴുതാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ കോളത്തിൽ നൽകിയിരിക്കുന്ന പത്രങ്ങളും അത് ആരെല്ലാമാണ് അത് സ്ഥാപിച്ചത് എന്നുമാണ് നമ്മളിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹിന്ദു എന്ന് പറയുന്ന പത്രമാണ്. ഹിന്ദു എന്ന പത്രം സ്ഥാപിച്ചത് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഒരുമിച്ച് പഠിച്ചു വെക്കണം, സ്വദേശി മിത്രം എന്ന പത്രം സ്ഥാപിച്ചതാണെന്നും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഹിന്ദു എന്ന് പറയുന്ന പത്രവും സ്വദേശി മിത്രം എന്ന പത്രവും സ്ഥാപിച്ചിരിക്കുന്നത് G. സുബ്രഹ്മണ്യ അയ്യരാണ്. അപ്പോൾ ആരാണ് ഹിന്ദു എന്ന പത്രം സ്ഥാപിച്ചത് എന്ന ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് G. സുബ്രഹ്മണ്യ അയ്യരാണ്. അതുപോലെ സ്വദേശി മിത്രം എന്ന പത്രം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക G. സുബ്രഹ്മണ്യ അയ്യരാണ്. ഓർത്തിരിക്കാൻ സിമ്പിളാണ്. ഹിന്ദുക്കളുടെ ദൈവമാണ് സുബ്രഹ്മണ്യൻ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു ഹിന്ദു കൂട്ടുകാരൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വദേശത്ത് മിത്രമായിട്ടുണ്ട് എന്നും കൂടെ കണക്ട് ചെയ്ത് വെച്ചാൽ ഹിന്ദു എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ച വ്യക്തി തന്നെയാണ് എന്ത് സ്വദേശി മിത്രം എന്ന പത്രവും സ്ഥാപിച്ചതെന്ന് കണക്ട് ചെയ്ത് വെക്കാം. G. സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ദൈവമാണ്. സുബ്രഹ്മണ്യ അയ്യർ എന്നതിൽ നിന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ദൈവമാണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് എന്താണ് ഹിന്ദു എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് G. സുബ്രഹ്മണ്യ അയ്യരാണെന്ന് പഠിക്കാം. അതുപോലെ തന്നെ ഹിന്ദു ആയിട്ടുള്ള ഒരു കൂട്ടുകാരൻ എന്താണ് സ്വദേശത്ത് മിത്രമായിട്ടുണ്ടെന്ന് ഓർത്ത് വെച്ചാൽ സ്വദേശി മിത്രം എന്ന് പറയുന്ന പത്രവും സ്ഥാപിച്ചിരിക്കുന്നത് G. സുബ്രഹ്മണ്യ അയ്യരാണെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് അമൃത ബസാർ പത്രിക എന്ന് പറയുന്ന ഒരു പത്രമാണ്. അപ്പോൾ അമൃത ബസാർ പത്രിക എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? എന്താണ് പരിചയപ്പെടുന്നത്? അമൃത ബസാർ പത്രിക. അപ്പോൾ അമൃത ബസാർ പത്രിക എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഒന്ന് ശിശിർ കുമാർ ഘോഷാണ്. ഒന്നാമത്തെ പേര് ശിശിർ കുമാർ ഘോഷ് എന്ന പേര് ഓർത്തിരിക്കുക. ഇനി അടുത്ത പേര് മോത്തിലാൽ ഘോഷാണ്. എന്താണ്? മോത്തിലാൽ ഘോഷ് എന്ന പേരാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഘോഷുമാരാണ് ഇവിടെ ഈ ഒരു പത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഓർക്കാൻ വളരെ സിമ്പിളാണ്. അമൃത ബസാറിലേക്ക് പോയത് ആഘോഷമായിട്ടാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അമൃത ബസാറിലേക്ക് പോയത് ആഘോഷമായിട്ടാണ്. ആ ആഘോഷം എന്നതിൽ ഘോഷുണ്ട്. അപ്പോൾ രണ്ട് ഘോഷുമാർ ചേർന്നിട്ടാണ് ഈ പറയുന്ന അമൃത ബസാർ പത്രിക സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ പോയിട്ട് ഘോഷ് വരുന്ന ആ ഒരു പേര് നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ് അമൃത ബസാർ പത്രിക എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നൽകിയിരിക്കുന്ന മറ്റൊരു പത്രമാണ് ബോംബെ സമാചാർ. അപ്പോൾ ബോംബെ സമാചാർ എന്ന് പറയുന്ന പത്രം ആരാണ് സ്ഥാപിച്ചത് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഫർദുൻജി മാർസ്ബാൻ എന്ന പേരാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പത്രം സ്ഥാപിച്ചിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക ഫർദുൻജി മാർസ്ബാൻ എന്ന പേരാണ്. എന്നാണ് ഫർദുൻജി മാർസ്ബാൻ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ഈ ഫർദുൻജി മാർസ്ബാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് ബോംബെ സമാചാർ എന്ന പത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഓപ്ഷനിലൂടെ പോയിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ ബോംബ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്തിരിക്കുകയാണ്. ആ ഒരു രീതിയിൽ ഇവിടെ അവസാനം ബാൻ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓപ്ഷനിൽ പോയിട്ട് ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ബോംബെ സമാചാർ എന്ന പത്രം ആരാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഫർദുൻജി മാർസ്ബാൻ ആണെന്നാരും ഓർത്തിരിക്കുക. ഇനി പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന രണ്ട് പത്രമാണ് കേസരിയും അതുപോലെ തന്നെ മറാത്ത എന്നീ പത്രങ്ങൾ. ഈ രണ്ട് പത്രങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത് ആരാന്ന് വെച്ചാൽ ബാലഗംഗാധർ തിലകാണ്. എന്താണ്? ബാലഗംഗാധർ തിലകാണെന്ന കാര്യം ഓർത്തിരിക്കുക. ബാലഗംഗാധർ തിലകാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ മറാത്ത എന്ന പത്രം സ്ഥാപിച്ചതും കേസരി എന്ന പത്രം സ്ഥാപിച്ചതും ആരാണ്? ബാലഗംഗാധർ തിലകാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ബംഗാളി എന്ന് പറയുന്ന പത്രമാണ്. അപ്പോൾ ബംഗാളി എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇവിടെ നമ്മൾ കരിക്ക് എന്ന് പറയുന്ന അവരുടെ ഒരു വെബ് സീരീസിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, ബംഗാളി ക്യാരക്ടറായിട്ടുള്ള സുര. ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ആരാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. സുരേന്ദ്രനാഥ ബാനർജിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ബംഗാളി ക്യാരക്ടറായിട്ടുള്ള കരിക്ക് വെബ് സീരീസിലെ സുര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ ഓർത്ത് വെക്കുക. അത് വെച്ചിട്ട് നമുക്ക് ബംഗാളി എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? സുരേന്ദ്രനാഥ ബാനർജി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സുരേന്ദ്രനാഥ ബാനർജി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് വോയിസ് ഓഫ് ഇന്ത്യ. എത്രയോ തവണ PSC പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം. ഈ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ആരാന്ന് വെച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഈ ഒരു പത്രം സ്ഥാപിച്ചത്. അപ്പോൾ ദാദാഭായ് നവറോജി സ്ഥാപിച്ചിരിക്കുന്ന പത്രമാണ് ഏതെന്ന് പറയുന്നത്? വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പത്രം. അപ്പോൾ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ച ആരാന്ന് വെച്ചാൽ ദാദാഭായ് നവറോജി ആണെന്ന കാര്യം ഓർത്തിരിക്കുക.
ഇനി അടുത്ത പത്രം എന്ന് പറയുന്നത് ഷോം പ്രകാശ് എന്ന് പറയുന്ന പത്രമാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഷോം പ്രകാശ് എന്ന് പറയുന്ന പത്രമാണ്. ഷോം പ്രകാശ് എന്ന് പറയുന്ന ഈ ഒരു പത്രം സ്ഥാപിച്ചത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറാണ്. ഷോം പ്രകാശ് എന്ന് പറയുന്ന ഈ ഒരു പത്രം സ്ഥാപിച്ച് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറാണ്. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഇവിടെ ഓർക്കുക, നമ്മുടെ ഈശ്വരന്മാരുടെയൊക്കെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലായിട്ട്, തലയുടെ പിന്നിലായിട്ട് ഒരു പ്രകാശവലയം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എന്താണ്, നമ്മുടെ ഈ പറയുന്ന ഭിത്തിയിലൊക്കെ ഷോയ്ക്ക് വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഈശ്വരന്മാരുടെയൊക്കെ ചിത്രം, നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ചിത്രത്തിൻ്റെ പുറകിലായിട്ട് നമ്മൾക്കൊരു പ്രകാശവലയം കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഷോം പ്രകാശ് എന്ന് പറയുമ്പോൾ ഈശ്വർ അവിടെ തന്നെയുണ്ട്. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഈ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി അടുത്തത് ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നീ 2 പത്രങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പലപ്പോഴായിട്ട് PSC പരീക്ഷയിൽ വന്നിരിക്കുന്ന ഒരു പത്രമാണ് ന്യൂ ഇന്ത്യ, അതുപോലെ തന്നെ കോമൺവെൽത്ത് എന്നീ പത്രങ്ങൾ. ഇത് രണ്ടും സ്ഥാപിച്ചിരിക്കുന്നത് ആനി ബസന്റ് ആണ്. ആനി ബസന്റിന്റെ പത്രമാണ് ന്യൂ ഇന്ത്യ, അതുപോലെ തന്നെ കോമൺവെൽത്ത് എന്നീ പത്രങ്ങൾ. ഇത് നമ്മൾ ഓർത്തിരിക്കുന്നത് ആനിയുടെ ബസ്സിന്റെ പുതിയ വീൽ എന്നാണ് ഓർത്തിരിക്കുന്നത്. എന്താണ്, ആനിയുടെ ബസ്സിന്റെ പുതിയ വീൽ എന്നൊരു കോഡിലൂടെ ഇത് പഠിക്കും. അപ്പോൾ ആനി എന്നതിൽ നിന്ന് ആനിയുടെ ബസ് എന്നതിൽ നിന്ന് ആനി ബസന്റ് എന്ന് കിട്ടും. പുതിയ എന്നതിൻ്റെ ഇംഗ്ലീഷ് ന്യൂ എന്നാണ്. അപ്പോൾ അതെന്താണ്, ന്യൂ ഇന്ത്യ എന്ന പേര് അവിടെ കിട്ടും. ആനിയുടെ ബസ്സിന്റെ പുതിയ വീൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്ക് കോമൺ വീൽ എന്നും കിട്ടും. ആനിയുടെ ബസ്സിന്റെ, അവിടെ ആനി ബസന്റ്, പുതിയ ന്യൂ ഇന്ത്യ, വീൽ കോമൺ വീൽ. ആ ഒരു രീതിയിലാണ് നമ്മളിത് പഠിച്ചു വെക്കാറുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കുക, യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രമുണ്ട്. അതുപോലെ ഹരിജൻ എന്ന് പറയുന്ന പത്രമുണ്ട്. ഈ ഹരിജൻ എന്ന് പറയുന്ന പത്രവും യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രവും ആരുടെയാണ്? ഗാന്ധിയുടെ പത്രമാണ്. അപ്പോൾ ന്യൂ ഇന്ത്യ ആനി ബസന്റ് ആണ്, യങ് ഇന്ത്യ ഗാന്ധിജിയാണ്, ഹരിജൻ ഗാന്ധിജിയാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രമാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരുടെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മൗലാന അബുൽ കലാം ആസാദാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? മൗലാന അബുൽ കലാം ആസാദാണ്. അബുൽ കലാം ആസാദ് എന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷനിലൂടെ പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കുക, അൽ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അബുൽ കലാമിൽ ഈ ആയും ഈ ഇള്ളും അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അൾ എന്ന അവിടെ തന്നെയുണ്ട്. ആ പേരിനുള്ളിൽ തന്നെ അൾ ഉണ്ടെന്ന കാര്യം ഓർക്കുക. അപ്പോൾ നമുക്കവിടെ അബുൽ കലാം എന്നതിൽ നിന്ന് അൾ അങ്ങോട്ട് പിടിച്ചാൽ മതി. അപ്പോൾ മൗലാന അബുൽ കലാം ആസാദ് എന്നത് ഒരു തവണ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ഓപ്ഷനിലൂടെ പോയിട്ട് നിങ്ങൾക്ക് പിന്നീട് പരീക്ഷ ഹാളിൽ വെച്ച് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രം ആരുടെയാണെന്ന് വെച്ചാൽ മൗലാന അബുൽ കലാം ആസാദിൻ്റെ പത്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് വന്ദേമാതരം എന്ന് പറയുന്ന പത്രമാണ്. വന്ദേമാതരം എന്ന് പറയുന്ന ഈ ഒരു പത്രം ആരുടെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. വന്ദേമാതരം എന്ന പേരിൽ പത്രം ലാലാ ലജ്പത് റായിയുടെ പത്രമുണ്ട്. ലാലാ ലജ്പത് റായ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്ന ലാലാ ലജ്പത് റായ് എന്നാണ്. അപ്പോൾ വന്ദേമാതരം എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റായ്. അത് നമ്മൾ പഠിക്കും, വന്ദലാല എന്ന് പഠിക്കും. വന്ദേമാതരം ലാലാ ലജ്പത് റായ്. ഇതുകൂടാതെ ബിപിൻ ചന്ദ്രപാൽ ഇതേ പേര് തന്നെ ഒരു മാസിക പുറത്തിറക്കിയിട്ടുണ്ട്, ബിപിൻ ചന്ദ്രപാൽ. അതായത് ഒരു പ്രസിദ്ധീകരണം പുറത്തിറക്കിയിട്ടുണ്ട്, ബിപിൻ ചന്ദ്രപാൽ എന്ന കാര്യം ഓർത്തിരിക്കുക. ചന്ദ്രപാൽ എന്ന പേര് ഓർത്തിരിക്കുക. അതുപോലെ മേഡം ബികാജി കാമ, മറ്റൊരു പേരാണ് മേഡം ബികാജി കാമ. അപ്പോൾ ഇവരെല്ലാം എന്താണ്, ഈ ഒരു പേരിലെ പ്രസിദ്ധീകരണം പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ വന്ദേമാതരം എന്ന പേരിൽ പത്രങ്ങൾ വരുമ്പോൾ അവിടെ ഒന്ന് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, മേഡം ബികാജി കാമ, ഈ 3 പേരും അവിടെ ഓർത്തിരിക്കണം. ലാലാ ലജ്പത് റായും പുറത്തിറക്കിയിട്ടുണ്ട്, ബിപിൻ ചന്ദ്രപാലും പുറത്തിറക്കിയിട്ടുണ്ട്, മേഡം ബികാജി കാമയും പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ദലാല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലാ ലജ്പത് റായെ നമ്മൾ പഠിച്ചു വെക്കുന്നത്. പിന്നെ ഉള്ളത് ബിപിൻ ചന്ദ്രപാലും അതേപോലെ തന്നെ മേഡം ബികാജി കാമയും ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് നാഷൻ എന്ന് പറയുന്ന പത്രം. ഈ ഒരു കോളത്തിൽ നൽകിയിരിക്കുന്നതാണ് നാഷൻ എന്ന പത്രം. ഈ ഒരു പത്രം സ്ഥാപിച്ചത് ആരാന്ന് വെച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഈ ഒരു പത്രം സ്ഥാപിച്ചത്. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ LDC പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ നാഷനാണ്. അതാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പാല് ഇവിടെ കാണാം, ഗോപാലയിൽ ഒരു പാലുണ്ട്. അപ്പോൾ ഒരു GK പഠിക്കുകയും ചെയ്യാം, അത് കണക്ട് ചെയ്ത് മറ്റൊരു ചോദ്യം എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനും പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ ഓർക്കാം, പാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിൽ പാല് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷനാണ്. അത് വെച്ചിട്ട് നാഷൻ എന്ന് പറയുന്ന പത്രം ആരാണ് സ്ഥാപിച്ചത്?
ഗോപാലകൃഷ്ണ ഗോഖലെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗോപാലകൃഷ്ണ ഗോഖലെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് പരീക്ഷയിലൊക്കെ ചോദിക്കാറുള്ള ഒരു പത്രമാണ് ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന പത്രം. ഏതാണ്? ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന പത്രം. ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് അല്ലെങ്കിൽ ഇതിനെ കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്നും അറിയപ്പെടുന്നുണ്ട്. ജനറൽ അഡ്വൈസർ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബംഗാൾ ഗസറ്റ് അല്ലെങ്കിൽ കൽക്കട്ട ജനറൽ അഡ്വൈസർ ഇത് പുറത്തിറങ്ങിയ വർഷം ചോദിക്കുകയാണെങ്കിൽ 1780 ജനുവരി മാസം 9-ാം തീയതിയാണ്. 1780 ജനുവരി മാസം 29-ാം തീയതിയാണ്. 29-ാം തീയതി. ഇത് സ്ഥാപിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ആരാണ് ഇത് സ്ഥാപിച്ചത്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് സ്ഥാപിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? 1780 ജനുവരി 29-ാം തീയതി നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പത്രത്തിൻ്റെ പേര് കൽക്കട്ട ജനറൽ അഡ്വൈസർ അല്ലെങ്കിൽ ബംഗാൾ ഗസറ്റ് പത്രം പുറത്തിറങ്ങി. ഇത് സ്ഥാപിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ഇത് സ്ഥാപിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് നാട്ടുഭാഷാ പത്ര നിയമമുണ്ട്. അത് കൊണ്ടുവന്നത് ആരാന്ന് ചോദിക്കും. ഏത് വ്യക്തിയാണ് അത് കൊണ്ടുവന്നത്? ഏത് വൈസ്രോയാണ് അത് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ 1878 നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് വെർണക്കുലാർ പ്രസ് ആക്ട് എന്നാണ്. വെർണക്കുലാർ പ്രസ് ആക്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. വർഷം PSC റിപ്പീറ്റഡ് ആണ്. 1878 നാട്ടുഭാഷാ പത്ര നിയമം അല്ലെങ്കിൽ വെർണക്കുലാർ പ്രസ് ആക്ട്. അത് കൊണ്ടുവന്ന ആരാന്ന് വെച്ചാൽ ലിട്ടൺ പ്രഭുവാണ്. ആരാണ്? ലിട്ടൺ പ്രഭുവാണെന്ന കാര്യം ഓർത്തിരിക്കുക. ലിട്ടൺ പ്രഭുവാണ് അത് കൊണ്ടുവന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പത്രമാണ് മിറാത്തുൽ അക്ബർ എന്ന് പറയുന്ന പത്രം, സംവാദ് കൗമുദി എന്ന പത്രവും. ഇത് പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പത്രം എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ്. ആരുടെ പത്രമാണ്? രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ്. രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഒരു പത്രം മിറാത്തുൽ അക്ബർ. എന്താണ്? മിറാത്തുൽ അക്ബർ. ഈ ഒരു പത്രം അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത് പേർഷ്യൻ ഭാഷയിലാണ്. ഏത് ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷയിലാണ്. അതുപോലെ സംവാദ് കൗമുദി എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. എന്താണ്? സംവാദ് കൗമുദി എന്ന് പറയുന്ന പത്രം. ഇത് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. ഈ ഭാഷ PSC എടുത്തു ചോദിക്കാറുണ്ട്. സംവാദ് കൗമുദി എന്ന് പറയുന്ന പത്രം ഏത് ഭാഷയിലാണ് പുറത്തിറങ്ങിയത്? മിറാത്തുൽ അക്ബർ എന്ന പത്രം ഏത് ഭാഷയിലാണ് പുറത്തിറങ്ങിയത്? അവിടെ ഉത്തരമായിട്ട് വരേണ്ട പേർഷ്യനാണ്. സംവാദ് കൗമുദി ആണെങ്കിൽ ഏതാണ്? ബംഗാളി ഭാഷയാണ്. അപ്പോൾ സംവാദ് കൗമുദി എന്ന് പറയുന്ന പത്രം ഏതാണ്? ബംഗാളി ഭാഷയിലാണ്. അതേപോലെ തന്നെ മിറാത്തുൽ അക്ബർ എന്ന പത്രം പേർഷ്യൻ ഭാഷയിലാണെന്ന് ആരും ഓർത്തിരിക്കുക. സംവാദ് കൗമുദി എന്ന പത്രം ഏത് ഭാഷയിലാണ്? നമ്മുടെ ബംഗാളി ഭാഷയിലാണ്. ആരാണ് ഇത് രണ്ടും സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ് ആണെന്ന് ആരും ഓർത്തിരിക്കുക. 1822 കാലഘട്ടത്തിലാണ് ഈ മിറാത്തുൽ അക്ബർ പുറത്തിറങ്ങിയത്. 1821 കാലഘട്ടത്തിലാണ് സംവാദ് കൗമുദി പുറത്തിറങ്ങിയത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏത് ഭാഷയിലാണെന്ന് ഓർക്കണം. സംവാദ് കൗമുദി എന്ന് പറയുന്നത് ഏതാണ്? ബംഗാളി ഭാഷയിൽ. നമ്മൾ സംവാദ് കൗമുദി എന്ന് ഓർത്തിരിക്കുക. സംവാദ് കൗമുദി ബംഗാൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ മറ്റേത് ഏതായിരിക്കും? പേർഷ്യൻ ഭാഷയിലാണ് മിറാത്തുൽ അക്ബർ എന്ന് ഓർത്തിരിക്കുക. ഇനി പ്രാദേശിക പത്രങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? ഈ പറയുന്ന രാജാറാം മോഹൻ റോയ് ആണ് പ്രാദേശിക പത്രങ്ങളുടെ പിതാവ്. എന്താണ് പറഞ്ഞത്? പ്രാദേശിക പത്രങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. അതേസമയത്ത് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് വെച്ചാൽ ചലപതി റാവു ആണ്. എന്താണ് പേര്? ചലപതി റാവു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവു ആണ്. അതേപോലെ പ്രാദേശിക പത്രങ്ങളുടെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. ഇനി ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? തുഷാർ ഗാന്ധി ഘോഷ് ആണ്. തുഷാർ ഗാന്ധി ഘോഷ് എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. എന്താണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് തുഷാർ ഗാന്ധി ഘോഷ് ആണ്. അതേപോലെ തന്നെ പ്രാദേശിക പത്രങ്ങളുടെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവു. അതേപോലെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികനാണ് തുഷാർ ഗാന്ധി ഘോഷ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും എന്ന തരത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ ഇത്തരത്തിൽ SDR ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ക്യാപ്സുൽ രൂപത്തിലുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം.
അതുവരേക്കും നന്ദി, നമസ്കാരം.